കല്യാൺ സാരി നൽകിയത് 390 രൂപയ്ക്ക്. എന്നാൽ സംഘാടകർ കുട്ടികൾക്ക് 1600 രൂപയ്ക്ക് മറിച്ചു വിറ്റു. നടന്നത് വമ്പൻ തട്ടിപ്പ്. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുടെ സംഘാടകർ നടത്തിയത് അടിമുടി തട്ടിപ്പെന്ന് കല്യാൺ സിൽക്സ്. നൃത്ത പരിപാടിക്ക് 12,500 സാരികൾ സംഘാടകർ ഓർഡർ നൽകിയിരുന്നു. സാരി ഒന്നിന് 390 രൂപ എന്ന നിരക്കിൽ തുക ഈടാക്കിയാണ് സാരി നൽകിയത്. എന്നാൽ ഇതേ സാരിക്ക് കുട്ടികളിൽ നിന്ന് സംഘാടകർ 1600 രൂപ ഈടാക്കിയെന്നും കല്യാൺ സിൽക്സ് വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്ക് തങ്ങളെ വലിച്ചിഴയ്ക്കുന്നതിൽ കല്യാൺ സിൽക്സ് അതൃപ്തിയും രേഖപ്പെടുത്തി. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ വേദിയിൽ നിന്ന് വീണ ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകയുകയാണ്. നൃത്ത പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സാരി നൽകിയതുമായി ബന്ധപ്പെട്ട് കല്യാൺ സിൽക്സിനെതിരെയും ആക്ഷേപം ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. മൃദംഗനാഥത്തിന്റെ സംഘാടകർ 12,500 സാരികൾ നിർമ്മിച്ചു നൽകുവാനായിട്ടാണ് ഞങ്ങളെ സമീപിക്കുന്നത്. ഈ പരിപാടിക്ക് മാത്രമായി ഡിസൈൻ ചെയ്ത സാരികൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മിക്കുകയും സാരി ഒന്നിന് 390 രൂപയ്ക്ക് സംഘാടകർക്ക് യഥാസമയം കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ പരിപാടിയുടെ വേദിയിൽ ഉണ്ടായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് സംഘാടകർ സാരി ഒന്നിന് 1600 രൂപ ഈടാക്കിയെന്നാണ്. ഇത്തരം വിവാദങ്ങളിലേക്ക് തങ്ങളുടെ പേര് വലിച്ചിഴക്കരുതെന്നും കല്യാൺ സിൽക്സ് മാനേജ്മെന്റ് ഇറക്കിയ അറിയിപ്പിൽ പറയുന്നു. അതേസമയം നൃത്ത പരിപാടിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിച്ചിട്ടുണ്ട്. നടി ദിവ്യ ഉണ്ണിയെയും നടൻ സിജു വർഗീസിനെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. കുട്ടികളിൽ നിന്ന് രജിസ്ട്രേഷന് മാത്രമായി സംഘാടകർ ഈടാക്കിയത് 1000-ഓളം രൂപയാണ്. ഇതുകൂടാതെ ബുക്ക് മൈ ഷോയിലടക്കം ടിക്കറ്റുകൾ വിറ്റിരുന്നു.